ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി തെരുവിൽ അടികൊണ്ട KSUക്കാരല്ലേ ഈ ആരോടെ മുന്നോട്ട് വെച്ചത്? ഏത് SFIക്കാരനെ പിടിച്ച് പ്ലീഡറാക്കി എന്നതും ABVPക്കാരനെ പിടിച്ച് പ്ലീഡറാക്കി എന്നതുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ അതിനെ പരിഗണിക്കേണ്ടത് ഇല്ലേ? അത് KSUവിൻ്റെ ലോക്കൽ കമ്മിറ്റിയല്ല, KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് പരിഹസിച്ച് വിടേണ്ടതല്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ കേൾക്കാനുള്ള സന്നദ്ധത മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു. കഴിഞ്ഞ 5 വർഷം തെരുവിൽ സമരം നടത്തിയത്, ഒരിക്കൽ അലോഷ്യസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പ് സമരം നടത്താൻ വിളിച്ചു പറഞ്ഞ നേതാക്കൾ ഇപ്പോൾ ഫോൺ എടുക്കാറില്ല എന്ന പരാതി പരിഭവമായി പറഞ്ഞിരുന്നു. അത്തരം പരാതികളെയും പരിഭവങ്ങൾക്കും ഇട കൊടുക്കാത്ത വിധേയനായിരിക്കണമായിരുന്നു നിയമനങ്ങൾ. നിയമനത്തിന് നിങ്ങൾ മെറിറ്റ് വെച്ചോളൂ. മെറിറ്റ് രാഷ്ട്രീയ നിയമനങ്ങളിൽ മെറിറ്റ് വെക്കുക, അതിലൊന്നും കുഴപ്പമില്ല. KSUക്കാർ പറയുന്നവരെയും യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നവരെയും മുഴുവൻ നിയമിക്കുക, അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസ് പറയുന്നവരെയും മുഴുവൻ നിയമിക്കുക എന്ന പ്രക്രിയയും ശരിയായതല്ല. അതിലും മെറിറ്റ് വെച്ച് തന്നെ നടത്തിക്കോളൂ. പക്ഷേ ഇവരെ കേൾക്കേണ്ടേ? മുഖ്യമന്ത്രി ഇന്ന് പരിഹസിച്ച രീതി ശരിയാണോ? KSUക്കാർ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല, അവർ പൊതുവെ പൊതുസമൂഹത്തിൽ തന്നെ പരാതി ഉന്നയിച്ചില്ലേ? പിന്നെ ലോയേഴ്സ് കോൺഗ്രസ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയതാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ലോയേഴ്സ് കോൺഗ്രസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും വിമർശനം ഉയരുമ്പോൾ അത്തരം ഒരു പരിശോധന നടത്തേണ്ടതല്ലേ? ഇനി നേരത്തെ SFIക്കാരനും ABVPക്കാരനായ ആൾ പൂർണ്ണമായും കോൺഗ്രസ്സുകാരനോ ലോയേഴ്സ് കോൺഗ്രസ്സുകാരനോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പദവി നൽകുന്നതിലും തെറ്റില്ല. പക്ഷേ ഇതാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? അത് ബോധ്യപ്പെടുത്തേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ VD സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച, അല്ലെങ്കിൽ ഈ UDF സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി അന്നത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ അന്നത്തെ സർക്കാരിൻ്റെ പോലീസിൻ്റെ അടി വാങ്ങിയ ആളുകളെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല. ഇപ്പോഴും അവരെ പരിഹസിച്ചുകൊണ്ട് നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ശരിയായ രീതിയല്ല. പിന്നെ ഈ പ്ലീഡർമാരുടെ നിയമനത്തിൽ വേറെന്തെങ്കിലും സംഭവിക്കാനില്ല. എല്ലാ സർക്കാരിൻ്റെ കാലത്തും അത് രാഷ്ട്രീയ നിയമനമാണ്. അത് രാഷ്ട്രീയ നിയമനമായി തന്നെയുള്ളൂ ഇക്കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. പക്ഷേ ഈ നിയമനങ്ങളിലൊക്കെ എന്തുകൊണ്ട് വിമർശനം സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു എന്ന് VD സതീശൻ പരിശോധിക്കേണ്ടതാണ്.